അസ്സലാമലൈക്കും. അപ്പം എന്നോട് ഒരുപാട് പേര് ചോദിച്ചൊരു കാര്യമാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് അമേരിക്കൻ വിസ കിട്ടിയത്, എവിടെ നിന്നാണ് അമേരിക്കൻ വിസ എടുത്തത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പം അമേരിക്കൻ വിസയെ കുറിച്ച് ഒരുപാട് ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് മനസ്സിലാക്കിയായിരുന്നു ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അമേരിക്കൻ വിസയെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ 2019 അമേരിക്കൻ വിസ എടുത്തത്. അപ്പോൾ അതിന് ഒരുപാട് പ്രോസസ്സൊന്നുമില്ല, എന്നുള്ള പ്രോസസ്സ് നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വിസ എടുക്കാൻ പറ്റും. ഇപ്പോൾ മെയിനായിട്ട് വേണ്ടത് 3 വർഷത്തെ IT റെസിപ്റ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ഞങ്ങൾ രണ്ടുപേരായതുകൊണ്ട് 6 ലക്ഷം രൂപ അക്കൗണ്ടിൽ ബാലൻസ് സ്റ്റേറ്റ്മെന്റ് കാണിക്കണമായിരുന്നു. പിന്നെ മെയിനായിട്ട് അവർക്ക് അറിയേണ്ടത് നമ്മൾ തിരിച്ചു വരും എന്നുള്ളതാണ്. അപ്പം നമ്മൾ തിരിച്ചു വരും എന്ന് കാണിക്കാനായിട്ട് നമുക്ക് എന്തെല്ലാം പ്രൂഫുകൾ കാണിക്കാൻ പറ്റുമോ അതൊക്കെയാണ് ഏറ്റവും മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. അവർക്കൊക്കെ ഒരു പേടി ഉണ്ടാവും, നമ്മളിവിടെ വന്ന് ഇവിടെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണോ ഇപ്പോൾ ഈ വിസ എടുക്കുന്നതെന്നുള്ളത്. അപ്പം അതില്ല എന്ന് കാണിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് വിസ കിട്ടും. പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് B1 B2 വിസയാണ്. അത് 10 വർഷത്തേക്കാണ് അടിച്ചു തരാം. അപ്പോൾ ആ 10 വർഷത്തെ വിസ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വരാൻ പറ്റിയത്. പിന്നെ ഇവിടെ ഇപ്പോൾ വന്നിട്ട് ഞാൻ മെയിനായിട്ട് കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കൂടുതൽ ആളുകൾ വന്നേക്കുന്നത് സ്റ്റുഡൻസ് വിസയിലാണ്. ഹൈദരാബാദിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ സ്റ്റുഡൻസ് വിസയിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് അവർ B1 B2 വിസ എടുത്ത് അവരുടെ പേരൻസിനെ കൊണ്ടുവരും. അത് വളരെ ഈസി മെത്തേഡാണ്. കാരണം കുട്ടികൾ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് ട്രാവൽ ചെയ്യാനാണെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പേരൻസിന് B1 B2 വിസ കിട്ടും. അപ്പം അങ്ങനെ B1 B2 വിസയിൽ വന്നിട്ട് പിന്നെ ഇവിടെ ഗ്രീൻ കാർഡ് ഫയൽ ചെയ്ത് അങ്ങനെ സെറ്റിലായവരാണ് ഇവിടെ ഞാൻ കണ്ടതിൽ കൂടുതൽ ആൾക്കാരും. എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല. ഈ ഏരിയയിൽ ഇപ്പോൾ ഈ ചിക്കാഗോ ഏരിയയിൽ ഞാൻ നിൽക്കുന്ന ആ ഭാഗത്തുള്ള ഏരിയയിൽ ഞാൻ കണ്ടവരും സംസാരിച്ചതായിട്ടുള്ള ഭൂരിഭാഗം ആൾക്കാരിനും എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അതാണ്. പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ ഇന്റർവ്യൂവിൽ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ്. എത്ര കോൺഫിഡൻസോട് കൂടി നമുക്ക് ഇന്റർവ്യൂ പെർഫോം ചെയ്യാൻ പറ്റുന്നു അത്രയും ഈസി ആയിട്ട് നമുക്ക് വിസ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റുന്നത്, ഞാൻ ഒരുപാട് പേര് ഇങ്ങനെ വിസ റിജക്റ്റ് ആയത് ഞാൻ അറിഞ്ഞത് അത് എനിക്ക് മനസ്സിലാവുന്നിടത്തോളം ഇന്റർവ്യൂവിൽ അവർക്ക് കോൺഫിഡൻസോട് കൂടി പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരു സെക്കൻഡ് പോലും താമസം വരാതെ പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ യൂട്യൂബിലൊക്കെ കുറേ കാണാൻ പറ്റും എങ്ങനെയാണ് എന്തൊക്കെ ചോദ്യങ്ങളാണ് അവർ ചോദിക്കുക എന്നുള്ളതൊക്കെ. അപ്പോൾ അതിനൊക്കെ വേഗം നമ്മൾ നല്ല കോൺഫിഡൻസോട് കൂടി മറുപടി പറയാൻ പറ്റുക, നല്ല ഭംഗിയായിട്ട് സംസാരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അമേരിക്കൻ വിസ കിട്ടാൻ വളരെ ഈസിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നവർക്കൊക്കെ വിസ കിട്ടാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ബൈ. ഇന്ന് ഇത്രയേ ഉള്ളൂ. ഇനി വേറൊരു വീഡിയോയിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം കേട്ടോ.